സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് കൺസ്ട്രക്ടേഴ്സ് ഇൻ ജാവ. ഓൾറെഡി ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ C++ൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ വാട്ട് ഈസ് മെത്തേഡ് ഓവർലോഡിങ്? സെയിം മെത്തേഡ് നെയിമും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻസും ഉള്ള ഫങ്ഷൻസിനെ, ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസിനെ നമ്മൾ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനെയാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓവർലോഡിങ് കൺസെപ്റ്റ് ജാവയിൽ പോളിമോർഫിസം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. അതിൽ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിളാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം മെത്തേഡ് ഓവർലോഡിങ്. വൺ ഈസ് ബൈ ചേഞ്ചിങ് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ദി സെക്കൻഡ് മെത്തേഡ് ഈസ് ബൈ ചേഞ്ചിങ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. നമ്മുടെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടും അതുപോലെ പാരാമീറ്റേഴ്സിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടും നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് അച്ചീവ് ചെയ്യാം. നമുക്കൊരു പ്രോഗ്രാം എക്സാമ്പിൾ വെച്ച് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒരു ജാവ പ്രോഗ്രാം മെത്തേഡ് ഓവർലോഡിങ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു ജാവ പ്രോഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ അഡീഷൻ എന്ന് പറയുന്ന ക്ലാസ്, ഇതിൽ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തേക്കാണ്. 4 മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 മെത്തേഡിൻ്റെ നെയിമും ആഡ് എന്നാണ്. ഒരു മെത്തേഡ് വേറൊരു മെത്തേഡുമായിട്ട് 3 മെത്തേഡ്, ഒരു മെത്തേഡ് വേറൊരു മെത്തേഡുമായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് വോയിഡ് ആഡ് ഇൻറ്റ് എ ഇൻറ്റു ബി. ഇതിൽ 2 ആർഗ്യുമെൻറ്റ്സിനെ യൂസ് ചെയ്തിരിക്കുന്നു. 2 ആർഗ്യുമെൻറ്റ്സിൻ്റെയും ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. തൊട്ടടുത്ത ആഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ട് എ ആൻഡ് ഫ്ലോട്ട് ബി. അവിടെയും പാരാമീറ്ററിൻ്റെ നെയിം എ എന്നും ബി എന്നും തന്നെയാണ്. സെയിം നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. രണ്ട് ആർഗ്യുമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളവിടെ എന്ത് ചെയ്തു? 2 ആർഗ്യുമെൻറ്റ്സിനും ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡിൽ ഇൻറ്റിജർ ടൈപ്പ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് മെത്തേഡിൽ അത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്പ് ആക്കി. ഇനി തേർഡ് മെത്തേഡ് വോയിഡ് ആഡ് ഇൻറ്റ് എ ഇൻറ്റു ബി ഇൻറ്റു സി. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ തന്നെയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ നിന്നും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്തു. ഫസ്റ്റ് മെത്തേഡിൽ 2 ഇൻറ്റിജർ ടൈപ്പ് ആർഗ്യുമെൻറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അത് 3 എണ്ണാക്കി ഇൻക്രീസ് ചെയ്തു. അങ്ങനെ നമ്മൾ 3 ആഡ് ഫംഗ്ഷൻ, 3 മെത്തേഡിൻ്റെയും നെയിം ആഡ് എന്ന് തന്നെയാണ്. 3 മെത്തേഡിനെയും യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പിനെ ചേഞ്ച് ചെയ്തു. ഇനി അതിന് ശേഷം മെയിൻ മെത്തേഡിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അഡീഷൻ OB ഈക്വൽ ടു ന്യൂ അഡീഷൻ. അപ്പോൾ അഡീഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് OB എന്ന് പറയുന്നത്. ഇനി ആ ഒബ്ജക്റ്റ് വെച്ച് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഓരോ ആഡ് മെത്തേഡിനെയും കോൾ ചെയ്തു ബൈ പാസിങ് ദ വാല്യൂ ഫോർ ഈച്ച് ആർഗ്യുമെൻറ്റ്. സോ OB ഡോട്ട് ആഡ് 8,5 2 ഇൻറ്റിജർ വാല്യൂ ആണ് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആഡ് മെത്തേഡായിരിക്കും കോൾ ആവുക. ദെൻ OB ഡോട്ട് ആഡ് 4.6, 3.8 2 വാല്യൂസാണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലും 2 ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് സെക്കൻഡ് ആഡ് മെത്തേഡ് കോൾ ആവും. തേർഡിൽ OB ഡോട്ട് ആഡ് 5,2,2 ഇൻറ്റിജർ വാല്യൂ ആണ് പാസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ 3 ആർഗ്യുമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തേർഡ് ആഡ് മെത്തേഡായിരിക്കും ഇൻവോക്ക് ആവുക. ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്ങിൻ്റെ കൺസെപ്റ്റ്. സെയിം മെത്തേഡ് നെയിം ആൻഡ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ ഒന്നിൽ കൂടുതൽ മോർ ദാൻ 1 മെത്തേഡെങ്കിലും ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെത്തേഡ് ഓവർലോഡിങ്. ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൺസ്ട്രക്ടേഴ്സ് ഇൻ ജാവ. കൺസ്ട്രക്ടേഴ്സും നമ്മൾ ഓൾറെഡി C++ൽ പഠിച്ചതാണ്. ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. എല്ലാ ജാവ ക്ലാസ്സുകൾക്കും ഒരു കൺസ്ട്രക്ടർ, ബിൽറ്റ് ഇൻ കൺസ്ട്രക്ടർ ഉണ്ടാവും. നമ്മളത് ഓൾറെഡി ഡിഫൈൻഡ് അല്ലാന്നുണ്ടെങ്കിൽ കമ്പൈലർ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി കൺസ്ട്രക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം എന്താണോ അത് തന്നെയായിരിക്കണം കൺസ്ട്രക്ടേഴ്സിന് കൊടുക്കേണ്ടത്. സെക്കൻഡ് തിങ്, കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഇല്ല.
ആൻഡ് ദ തേർഡ് വൺ ഈസ് കൺസ്ട്രക്ടർ ഒരിക്കലും അബ്സ്ട്രാക്ട് മെത്തേഡ് ആവില്ല, സ്റ്റാറ്റിക് മെത്തേഡ് ആവില്ല, ഫൈനൽ ഓർ സിങ്ക്രണൈസ്ഡ് മെത്തേഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെയിം ക്ലാസ് നെയിമും റിട്ടേൺ ടൈപ്പും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ മെത്തേഡിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ജാവയിൽ 2 ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് ആണുള്ളത്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇപ്പോൾ ഓൾറെഡി അറിയാം, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ആൻഡ് ദ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ആർഗ്യുമെൻറ്റ്സ്, നമ്മൾ ആർഗ്യുമെൻറ്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ആണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. നമുക്ക് 2 എണ്ണത്തിൻ്റെയും ഓരോ എക്സാമ്പിൾ പ്രോഗ്രാംസ് നോക്കാം. എക്സാമ്പിൾ ഓഫ് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബൈക്ക് 1 എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ബൈക്ക് 1 എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ്. അതിൽ നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ബൈക്ക് ഈസ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു ഇതാണ് പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ബൈക്ക് 1 സ്പേസ് ബി ഈസ് ഈക്വൽ ടു ന്യൂ ബൈക്ക് 1. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുന്ന മെത്തേഡ്സ് ആണ് കൺസ്ട്രക്ടേഴ്സ്. അപ്പോൾ അവിടെ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് തന്നെ ബൈക്ക് 1 എന്ന് പറയുന്ന കൺസ്ട്രക്ടറിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ആവും. കൺസ്ട്രക്ടറിൽ എന്താണോ അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ആവും. അതായത് നമുക്ക് ബൈക്ക് ഈസ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ എക്സാമ്പിൾ. So next is an example for parameterized constructor. ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് 4 എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ 2 ഡാറ്റാസ് ഉണ്ട്, ഇൻറ്റിജർ ഐ ഡിയും സ്ട്രിങ് നെയിമും. അതിനുശേഷം ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് 4 ഇൻറ്റ് ഐ സ്ട്രിങ് എൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ടർ, ക്ലാസ്സിൻ്റെ അതേ നെയിമിലുള്ള ഒരു കൺസ്ട്രക്ടർ മെത്തേഡ്. അതിൽ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഒന്ന് ഇൻറ്റിജർ ടൈപ്പാണ്, ഒന്ന് സ്ട്രിങ് ടൈപ്പാണ്. അതിനുശേഷം എന്താണോ വാല്യൂ പാസ് ചെയ്ത് വരുന്നത് ആ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡാറ്റ മെമ്പേഴ്സിലേക്ക് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ഐ ഡി ഈക്വൽ ടു ഐ ആൻഡ് നെയിം ഈക്വൽ ടു എൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഐ ഡിയും നെയിമും പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അതിനുശേഷം ഈ പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ മെയിൻ മെത്തേഡിൽ 2 ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് 4 S1 ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് 4 111 കരൺ ആൻഡ് സ്റ്റുഡൻറ്റ് 4 സ്പേസ് S2 ഈസ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് 4 222 ആര്യൻ. അപ്പോൾ S1 S2 എന്ന് പറയുന്ന 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ സമയത്ത് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണോ അതായിരിക്കും അവിടേക്ക് കൺസ്ട്രക്ടറിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇൻറ്റ് ഐ എന്ന് പറയുന്നതിലേക്ക് ആദ്യം 111ഉം സ്ട്രിങ് എന്നിലേക്ക് കരൺ എന്ന് പറയുന്ന നെയിമും ആയിരിക്കും കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ S1 ഡോട്ട് ഡിസ്പ്ലേ ആൻഡ് S2 ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന 2 മെത്തേഡ്സിനെ കോൾ ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റ് S1ഉം S2ഉം വെച്ചിട്ട് 2 പ്രാവശ്യം ഡിസ്പ്ലേ മെത്തേഡിനെ വിളിച്ചു. അപ്പോൾ ഓരോ തവണയും എന്ത് സംഭവിക്കും, ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് വാല്യൂ ഇനീഷ്യലൈസ് ആവും. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് 111 കരൺ എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. സെക്കൻഡ് ടൈമിൽ 222 ആര്യൻ, അവരുടെ ഐ ഡി നമ്പറും നെയിമും നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ 2 മെയിൻ കൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് constructors. That's all about this video. Thank you.